ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു കുഞ്ഞ് മിനി വ്ളോഗ് കണ്ടാലോ? എനിക്ക് കുറച്ചധികം ലൈനിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എറണാകുളത്ത് പോയി എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റെഡിയായിട്ട് നേരെ വണ്ടിയെടുത്ത് ബ്രോഡ്വേയിലെത്തി. ഇവിടെയുള്ള രാധാകൃഷ്ണയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു, ലൈനിങ് എടുക്കാൻ മാത്രമാണ് പോകുന്നത്, അത് മാത്രമേ എടുക്കാവൂന്ന്. അത് ഞാനിവിടെ കയറുന്നതിന് തൊട്ട് മുമ്പ് വെറുതെ ഒന്ന് സ്മരിച്ചു. എന്നിട്ട് നേരെ പോയത് ചുരിദാർ സെക്ഷനിലേക്കായിരുന്നു. വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്തായാലും വെറുതെ ആയില്ല. ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു, ഗോപാലൻ. ആ അവസ്ഥയായിരുന്നു. വെറുതെ ഒന്ന് പരതി നോക്കിയതായിരുന്നു. അപ്പോൾ എനിക്കിതേ 2-3 ഇഷ്ടപ്പെട്ടു. ഞാൻ അതൊന്നും നോക്കിയില്ല, അതങ്ങോട്ട് കണ്ണും പൊട്ടിയെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് മെയിൻ ഉദ്ദേശം ഓർമ്മ വന്നത്, ലൈനിങ് എടുത്തില്ലല്ലോ എന്ന്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വെറുതെ ഇവിടെ ബാക്കിയുള്ള മെറ്റീരിയൽസും ഒന്ന് നോക്കി. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 300 ആ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആയിരുന്നു കേട്ടോ. ചുരിദാർ സെറ്റായിരുന്നു. അതല്ലാതെ തന്നെ അഫോർഡബിളായിട്ട് ഒത്തിരി ചുരിദാർ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിരുന്നു. 500, 800, 1000 ബിലോ അങ്ങനെ വരുന്ന ഒരുപാട് ചുരിദാർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കി. എന്നിട്ട് നമ്മൾ നേരെ ലൈനിങ് എടുക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ചുരിദാർ മെറ്റീരിയൽസിനും കൂട്ടി ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ലൈനിങ് എടുക്കാൻ വരുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തു പോകും, സ്വാഭാവികം. എന്നെപ്പോലെ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു കാര്യം നോക്കി വന്നിട്ട് അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങളും കൂടി കൊണ്ടുപോകുന്നവർ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നേരെ പോയിട്ടുണ്ടായിരുന്നത് മേത്തർ ബസാറിലേക്കായിരുന്നു. അവിടെ നിന്ന് നൂല് അങ്ങനത്തെ കുറച്ച് അലക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് ബ്രോഡ്വേ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ബ്രോഡ്വേയിൽ അവിടെ നിന്നൊക്കെ ആയിട്ട് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, ചിക്കൻ ബിരിയാണി കഴിക്കാനായിരുന്നു കൊതി. നേരെ കായീസിൽ കയറി ഒരു നല്ല ചൂട് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.